നമസ്കാരം അതിന്റെ സമയത്തല്ലാതെ തോന്നുമ്പോ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനുണ്ടോ? തോന്നുമ്പോ നിസ്കരിക്കുന്നതായ ഉമ്മമാരുണ്ടോ? കേവലം കല്യാണത്തിന് വേണ്ടി, കല്യാണമെന്ന് പറയുന്നത്, നിക്കാഹ് ബന്ധമെന്ന് പറയുന്നത് മുഅക്കദായ സുന്നത്താണ്, സുന്നത്ത് കർമ്മമാണ്. ആ സുന്നത്തായ കർമ്മത്തിന് വേണ്ടി നമസ്കാരം പോലും ഉപേക്ഷിക്കുന്നതായ, നിർബന്ധമായ നമസ്കാരം പോലും നിഷ്ഫലമാക്കുന്ന സഹോദരങ്ങളില്ലയോ? ഉമ്മമാരില്ലയോ? ചെറുപ്പക്കാരില്ലയോ? പാടില്ല, പാടില്ല. നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാത്തതാകുന്ന കൂട്ടരെ അറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വൈദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ. നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമസ്കാരം യഥാസമയത്തല്ല, തോന്നുമ്പോ നമസ്കരിക്കുകയാണ്. നേരം വെളുത്ത് ജ്വല്ലറിയിലേക്ക് ഓടുകയാണ്. കല്യാണ പെണ്ണിന് സ്വർണ്ണമെടുക്കാൻ, ഒരു വളയെടുക്കാൻ, മാലയെടുക്കാൻ വേണ്ടി കൂട്ടുകാരും നാട്ടുകാരും ഒന്നിച്ച് വാഹനത്തിൽ പുറപ്പെട്ടുകൊണ്ട് ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ പോയിട്ട് സുഭിക്ഷമായിട്ട് വസ്ത്രവ്യാപാരം നടത്തിക്കൊണ്ട് കടന്നു വരുന്ന സഹോദരാ, അല്ലയോ കല്യാണ പെണ്ണിന് ഒരുക്കാൻ വേണ്ടി ഒരുമ്പിടുന്ന തയ്യാറെടുക്കുന്ന കുടുംബക്കാരെ, നിങ്ങളുടെ ലുഹറവിടെ അസറവിടെ നമസ്കാരങ്ങളെ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാതെ തോന്നുമ്പോ നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സ്വഅദത ഇല സമാ. നിങ്ങൾ സലാം വീട്ടി കഴിഞ്ഞാൽ നമസ്കാരം ഉയരും, പക്ഷേ വലൈഹാ ഉൽമാ. നമസ്കാരം ഇരുൾ മുറ്റപ്പെട്ടതാണ്. തുറത്തുൽ മലായികതു സ്വലാത്തഹു. നമസ്കാരം തോന്നുമ്പോ നമസ്കരിച്ച സഹോദരിയാണ്, തോന്നുമ്പോ നമസ്കരിച്ച ചെറുപ്പക്കാരനാണ്. അവന്റെ നമസ്കാരം ആകാശലോകത്തേക്ക് ഉയരുമ്പോ തന്നെ ആ നമസ്കാരം ഇരുൾ മുറ്റപ്പെട്ടു പോയി. ഇരുൾ മുറ്റിയ നമസ്കാരമാണ്. തുറത്തുൽ മലായികതു സ്വലാത്തഹു. അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ നമസ്കാരം ഭൂമിയിലേക്ക് വന്നുകൊണ്ട് നമസ്കരിച്ച സലാം വീട്ടി നിൽക്കുന്നതായ ചെറുപ്പക്കാരനുണ്ടല്ലോ, സഹോദരനുണ്ടല്ലോ, അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവനെതിരായി പ്രാർത്ഥിക്കുമത്രേ, അവനെതിരായി ദുആ ചെയ്യുമത്രേ. അറിയാതെ പോകരുത് ചെറുപ്പക്കാരാ, അറിയാതെ പോകരുത് യുവാക്കളെ, യുവതികളെ, അറിയാതെ പോകരുത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. നിങ്ങൾ നിങ്ങളുടെ ളുഹർ നമസ്കരിക്കുന്നുണ്ടാകും, പക്ഷേ അത് അസറിന് തൊട്ട് മുമ്പ് കൊണ്ടുവന്ന് ഖളാ ആക്കിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല. ആ നമസ്കാരം നിങ്ങൾക്കെതിരായി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ, വയ്യഅകല്ലാഹു കമാ വയ്യഅതനീ. അല്ലാഹു നിന്നെ പാഴാക്കട്ടെ, അപകടത്തിൽ പെടുത്തട്ടെ, ദുരിതങ്ങൾ നിനക്ക് സമ്മാനിക്കട്ടെ, പ്രയാസങ്ങൾ നിനക്ക് നൽകട്ടെ എന്ന് അവനെതിരായി പ്രാർത്ഥിക്കുമത്രേ. ഫയഖൂലുൽ മലായികതു ആമീൻ. ദുനിയാവിലുള്ള സർവ്വ മലക്കുകളും അവന് എതിരായി ആമീൻ പറയുമേ, അതിന് ഉത്തരം കിട്ടുമേ. അതിലൂടെ കച്ചവടവും അവന്റെ ബിസിനസ്സും അവന്റെ ജീവിതവും താറുമാറാവുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയാതെ പോകുന്ന വസ്തുതയാണ്. അറിയുന്നില്ല, നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നമസ്കാര സമയത്താവുന്നില്ല. അവിടെയാ പ്രശ്നം. നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമസ്കാര സമയത്താവുന്നില്ല. അതിന്റെ ധാർമ്മികതയെ യുവാക്കൾ മറന്നുപോകുന്നു. അല്ലാഹുവിനോട് കൊടുക്കേണ്ട ഇബാദത്ത്, ഏറ്റവും വലിയ ആരാധന, അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹാ. മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുൽകൃഷ്ടവും മഹത്വവുമായത് നമസ്കാരമാണെന്ന് പഠിപ്പിച്ച സുന്നത്താകുന്ന, ഏറ്റവും സുന്ദരമാകുന്ന നമസ്കാരം. ആ നമസ്കാരങ്ങൾ ഇന്ന് മനുഷ്യൻ കൊണ്ടുവരുന്നില്ല. റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചല്ല ചർച്ച, അത് മനുഷ്യൻ പാടെ തിരസ്കരിക്കുന്ന കാലഘട്ടമാണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ നമസ്കരിക്കുന്ന യുവാക്കളില്ല. അവർക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. ഫർദ് തന്നെ നമസ്കരിക്കുന്നവർ നന്നേ കുറവ്.
അൽഹംദുലില്ലാ കുറെ ചെറുപ്പക്കാര് മാറ്റമുണ്ട്. വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പ്രഭാഷണങ്ങൾ ശ്രവിച്ചിട്ട് ദീനിന്റെ മാർഗത്തിലേക്ക്, ദീനിന്റെ വിശുദ്ധിയിലേക്ക്, അവരുടെ കർമ്മത്തിന്റെ പരിശുദ്ധി സുന്ദരമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ തയ്യാറെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ നല്ല പാതയിലേക്ക് വന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമസ്കരിക്കുന്നവരുടെ മനസ്സിൽ കൃത്യമായ നമസ്കാരങ്ങൾ അടയാളപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ ആദ്യ ജമാഅത്ത്, ആദ്യ വഖത്ത്, അതിന് താല്പര്യം വിമുഖത കാണിക്കുന്നവർ, അതിന് താല്പര്യം വെക്കാത്തവർ. എന്ത് പറ്റിപ്പോയി മനുഷ്യന്? സൗകര്യങ്ങൾ ഉണ്ടായതിന്റെ കുറവ് കൊണ്ടാണോ? സൗകര്യങ്ങൾ കൂടിപ്പോയതിന്റെ കുറവ് കൊണ്ടാണോ? അധികരിച്ചു പോയി മനുഷ്യന് സമ്പത്ത്. അള്ളാഹുവിനെ ഓർക്കുന്നില്ല, അള്ളാഹുവിനെ നമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ദുന്യാവിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, ഈ ദുന്യാവിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്നുണ്ടെങ്കിലും ഈ സമ്പത്ത് എല്ലാം തന്നെ ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെ നിന്യമാണ്, നിസാരമാണ്, കുറഞ്ഞതേയുള്ളൂ. വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് നല്ല രവി പിള്ളയ്ക്കും യൂസുഫ് അലിക്കും ഒക്കെ കിട്ടിയിട്ടുള്ളതും അത്ര തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ, $450 കോടി സമ്പത്തുള്ള വ്യക്തിയാണ് യൂസുഫ് അലി സാഹിബ്. അള്ളാഹു ഇനിയും അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം ഒരു മുസ്ലിം സഹോദരനായതിന്റെ പേരിൽ. പക്ഷേ ഞാൻ പറയുന്നത്, ആ സമ്പത്ത് പോലും ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നത്തിന്റെ ഉത്തുംഗമാകുന്ന സോപാനത്തിൽ വിരാജിക്കുന്നതാകുന്ന സഹോദരങ്ങളെ കണ്ടിട്ട് ഹുങ്ക് നടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതിലല്ല, ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ അത് നിസ്സാരമാണ് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഊറ്റം കൊള്ളുകയാണ്, ഈ സമ്പത്തൊക്കെ ഇത്രത്തോളം പടച്ചറബ് കൊടുത്തല്ലോ എന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുന്യാവിന് വേണ്ടി പരിശ്രമിച്ചാൽ പടച്ചറബ് ദുന്യാവ് കൊടുക്കും. ദുന്യാവിന് വേണ്ടി കഷ്ടപ്പെട്ടവന് ദുന്യാവ് കൊടുക്കും, കൊടുക്കാതിരിക്കൂല. പരിശുദ്ധമായ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅ്തിഹി മിൻഹാ വമൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, മൻ കാന യുരീദു ഹർസദ് ദുനിയാ, ദുന്യാവാകുന്ന ജീവിതത്തെ ആര് തൃപ്തിപ്പെട്ടോ, ദുന്യാവാകുന്ന ജീവിതത്തിൽ കൃഷി ചെയ്യാൻ ആര് താല്പര്യം കാണിച്ചോ, നൂതിഹി മിൻഹാ, ആ ദുനിയാവ് അവന് നാം നൽകുന്നതത്രേ. ഇന്ന് ചെറുപ്പക്കാരൊക്കെ സമ്പത്തിന്റെ പിറകെ തൊട്ടോട്ടമടുക. എങ്ങനെയെങ്കിലും സമ്പത്ത് തന്റെ കൈവെള്ളയിലേക്ക് വരണം. ഹലാലോ ഹറാമോ അതവനൊരു പ്രശ്നമുള്ള കാര്യമല്ല. എങ്ങനെയെങ്കിലും അവന്റെ കയ്യിലേക്ക് സമ്പത്ത് വരണം, ഇതാണ് അവന്റെ താല്പര്യം. നെറ്റ്വർക്ക് ബിസിനസ്സിലൂടെ ആകട്ടെ, ഷെയർ മാർക്കറ്റിലൂടെ ആകട്ടെ, തന്റെ 10 ലക്ഷം രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മുഖേനയാകട്ടെ, ഏത് വിധേനയും തിന്ന് കൊഴുത്ത് രസിച്ച് രമിച്ച് ഈ ദുന്യാവ് കഴിച്ചു കൂട്ടണം. ഇതാണ് ചെറുപ്പക്കാരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവൻ നെട്ടോട്ടമോടുന്നു. ഒരാളെ കൊന്നിട്ടായാലും വേണ്ടില്ല, സമ്പത്ത് ഒരു 50 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 50,000 രൂപ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, കൊട്ടേഷൻ സംഘം അധികരിക്കും. അല്ലേ? കൊച്ചു കുട്ടികളൊക്കെ ടൂൾസുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 18 കഴിഞ്ഞ പിള്ളേരാണ്. കണ്ടില്ലേ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് ഒരു ചെറുപ്പക്കാരനെ പട്ടാപ്പകല് കൊന്നൊടിച്ചത് അവന്റെ പ്രിയപ്പെട്ട ഉമ്മ ചോദിച്ച ചോദ്യം ഇന്നും പ്രിയപ്പെട്ട ഉമ്മമാരുടെ കാതോരങ്ങൾ മുഴങ്ങാണ്. എന്റെ പ്രിയപ്പെട്ട മകൻ ഒരൊറ്റ അടിയിൽ നിന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ, പിന്നെന്തിനാണ് അവനെ തല്ലി തല്ലി പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ എന്ന് ചോദിച്ചു പോയി. ഒരു കൂട്ടം ചെറുപ്പക്കാരോടല്ല, ഈ ലോകത്തുള്ള വിശ്വാസികളോട് ചോദിച്ചതാണ്. വിശ്വാസമുള്ളവർക്കല്ലേ ഹൃദയത്തിൽ അല്പമെങ്കിലും ഈമാനുള്ളൂ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്തയുള്ളൂ. അല്ലാത്തവർക്ക് ഇതിനെക്കുറിച്ചൊരു പ്രശ്നമില്ലല്ലോ. ആഖിറത്തെ കുറിച്ച് പേടിയുള്ളവൻ, ആഖിറം എന്ന ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ലേ, അവരോടല്ലേ ചോദ്യം ഉന്നയിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടല്ലേ ഖുർആൻ തന്നെ പലപ്പോഴും ചോദിക്കുന്നത്, അഫലാ യതദക്കറൂൻ അഫലാ യതഫക്കറൂൻ, എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അഫലാ യതദബ്ബറൂൻ, എന്താ മനുഷ്യ നിങ്ങൾ ചിന്തിക്കാത്തത്? ഖുർആൻ ചോദിക്കുന്നത് മാനവനോടാണ്, മനുഷ്യനോടാണ്, ബുദ്ധിയും വിവേകവും നൽകിയിട്ടുള്ള മനുഷ്യനോടാണ്, ഇരുകാലിയായ മനുഷ്യനോട്.
നമ്മളിത് ചിന്തിക്കുന്നില്ല. സമ്പത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്നു. പക്ഷെ ഈ സമ്പത്ത് അവൻ അറിയുന്നില്ല. ഈ സമ്പത്ത് ദുനിയാവിൽ നീ ഒരുമിച്ച് എത്ര കൂട്ടിയാലും അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, നിനക്ക് ദുനിയാവ് നൽകുക തന്നെ. ദുനിയാവ് അല്ലാഹു നൽകും. ദുനിയാവിന്റെ പിറകെ നീ ഓടിയാൽ നേരം വെളുത്ത് കട തുറന്നു വെച്ചു, പള്ളിയിൽ പോയില്ല, നമസ്കരിച്ചില്ല. ഇപ്പൊ രവിപിള്ള രണ്ടാം സ്ഥാനത്തിൽ എത്താൻ കാരണം എന്താ? ലോകം കണ്ട ഏറ്റവും വലിയതാകുന്ന ഗിന്നസ് റെക്കോർഡിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകളുടെ കല്യാണത്തിന്റെ പന്തൽ സ്ഥാനം പിടിക്കാനുള്ള കാരണം എന്താ? സമ്പത്ത് തന്നെയാണ്. അല്ല, നമ്മൾ ആരും പറയുന്നില്ല സമ്പത്ത് അദ്ദേഹത്തിന്റെ കൈവശമില്ല എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന് കൊടുത്ത സമ്പത്ത് കണ്ടിട്ട് നമ്മൾ ആരും ഞെട്ടിയിട്ടും കാര്യമില്ല. എന്താ കാരണം? അദ്ദേഹം അല്ലാഹുവിന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കരനായി ഇബാദത്ത് ചെയ്തതുകൊണ്ടാണോ? അല്ല. ദുനിയാവിന് വേണ്ടി പരിശ്രമിച്ചവന് ദുനിയാവ് അല്ലാഹു നൽകും. തീർച്ച തന്നെയാണ്. ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെട്ടവന് ദുനിയാവ് കൊടുക്കും. ഖുർആനാണ്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെ നിന്ദ്യവും നിസാരവുമാണത്. അല്ലാഹുവിന്റെ കൊടുതിയിലേക്ക് നോക്കിയിട്ട് വളരെ ചുരുക്കം മാത്രമേ അതുള്ളൂ. കാരണം അല്ലാഹു കൊടുത്ത ഒരുപാട് മാന്യന്മാർ ഈ ദുനിയാവ് തന്നെ കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ അറിയുന്നില്ല. വഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബാ ഉലിൽ ഖുവാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാം ഓർമ്മപ്പെടുത്തിയില്ലയോ? ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി ആരെന്നറിയണ്ടയോ? എം.എ. യൂസുഫ് അലിയല്ല, രവിപിള്ളയല്ല, അംബാനിയല്ല. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയെ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലയോ? വഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. 72 ഒട്ടക വ്യൂഹങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ളതായ നിധികുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നവത്രേ ഖാറൂൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിക്കെന്ന് പരിശുദ്ധ ഖുർആൻ. വഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയായ ഖാറൂൻ ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയല്ലയോ? 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു അത്രേ ഖാറൂൻ എന്ന് പറയുന്ന മുതലാളിക്കെന്ന് പരിശുദ്ധ ഖുർആൻ. നിധി കുംഭാരങ്ങളല്ല 72 ഒട്ടകങ്ങൾ വഹിക്കുന്നത്, മറിച്ച് താക്കോൽ കൂട്ടം വഹിക്കും 72 ഒട്ടകങ്ങൾ. താക്കോൽ കൂട്ടം വഹിക്കും. നമ്മുടെ അലമാരയുടെ താക്കോല്, അലമാരയ്ക്ക് ഒതുങ്ങുന്ന പണം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? അത്രയും ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ താക്കോല് നമ്മുടെ കൈവെള്ളം വെക്കാനല്ലേ ഉള്ളൂ. 72 ഒട്ടകങ്ങൾ മുഴുവനായിട്ട് വഹിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ നിധി കുംഭാരങ്ങളുടെ താക്കോൽ. ആര് പറയാ? വിശുദ്ധ ഖുർആൻ. ഖുർആനാണ് ഈ പറയുന്നത്. എന്നിട്ട് ആ നാട്ടുകാര് തന്നെ ചോദിക്കുമായിരുന്നു, യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. നാട്ടുകാരിങ്ങനെ അന്തം വിട്ടിട്ട് അവരിങ്ങനെ പറയും, പടച്ച റബ്ബേ, ഈ ഖാറൂന് കൊടുത്തതെന്ന് നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ. കാരണം അത്രയും വലിയ സമ്പത്താണിത്. പവിഴങ്ങളും രത്നങ്ങളും വൈഢൂര്യങ്ങളും മാണിക്യങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അല്ലാതെ സമ്പത്തല്ല, കേവലം ഡോളറുകൾ മാത്രമല്ല. ചിന്തിക്കണം നമ്മൾ. ഇതൊക്കെ കണ്ടുപോയ ആളുകളുടെ മുന്നിലുണ്ട്. അപ്പൊ ഈ സമ്പത്തൊന്നും ഒന്നുമല്ല. ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ദുനിയാവ് നിസാരമാണ്. പരിശുദ്ധമായ ഖുർആൻ. ദുനിയാവിന് വേണ്ടി പരിശ്രമിച്ചവന് ദുനിയാവ് അല്ലാഹു കൊടുക്കും. എന്നാൽ വമൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി. ആഖിറത്തിന് വേണ്ടി ആര് പരിശ്രമിച്ചിട്ടുണ്ടോ, ആഖിറം ലക്ഷ്യമാക്കിയിട്ട് ഈ ദുനിയാവാകുന്ന ജീവിതത്തിൽ അല്ലാഹനെ മറക്കാതെ ഇബാദത്ത് ചെയ്തതായ ഏത് ചെറുപ്പക്കാരനുണ്ടോ, കച്ചവടക്കാരനുണ്ടോ, ആഖിറത്തിലെത്തുമ്പോ നസിദ് ലഹു ഫീ ഹർസിഹി, അവന് ദുനിയാവിലെ ബിസിനസ്സിൽ വർധനവും ആഖിറത്തിൽ അവന് പ്രതിഫലം കൂട്ടിക്കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ.
നസിദ് ലഹു ഫി ഹർദിഹി. നമ്മൾ അമൽ ചെയ്തൊന്നും ആയിരിക്കൂല ആഖിറത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്, അതിന്റെ ഇരട്ടിക്കിരട്ടിയായിരിക്കും. അള്ളാന്റെ കോടതിയിലെത്തുമ്പോ നമ്മൾ നമസ്കരിച്ച 2 റക്അത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം വർണ്ണമായിരിക്കും. കാരണം എന്താ? ആ നമസ്കരിക്കാൻ വേണ്ടി നീ സുബഹിക്ക് പള്ളിയിലേക്ക് പോയത് കൂരിരുട്ടുള്ള സമയത്താണ്. ഒരു വെളിച്ചം പോലുമില്ല, ഒരു പോസ്റ്റിന്റെ വെളിച്ചമില്ല, ഒരു വിളക്കില്ല, ഒരു ചിമ്മിണി വിളക്ക് പോലുമില്ല, ഒരു ടോർച്ച് പോലും നിന്റെ കയ്യിലില്ല. നീ എന്നിട്ടും കൂരിരുട്ടിന് വകഞ്ഞു മാറ്റിയിട്ട് പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് നീ നടന്നു നീങ്ങി. പള്ളിയിലേക്ക് പോകാൻ നിന്റെ മനസ്സ് കൊതിച്ചു, അതിനു വേണ്ടി നീ പരിശ്രമിച്ചു എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, നസിദ് ലഹു ഫി ഹർസിഹി. ആ 2 റക്അത്ത് നമസ്കാരത്തിന് നിനക്ക് പാരത്രിക ലോകത്ത് അള്ളാഹു നിനക്ക് നൽകുന്നത് വമ്പിച്ച പ്രതിഫലമായി. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പത്ത് മനുഷ്യന് നാശമായി വിനാശമായി വമ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അറിയിൻ, നീ സമ്പാദിക്കുന്ന 1 രൂപയാണെങ്കിൽ പോലും ഹലാലല്ലാതെ നിന്റെ കൈവെള്ളയിലേക്ക് നീ കൊണ്ടുവരാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം അതാണ്. ഏറ്റവും വലിയ ധാർമ്മികത അതാണ്. മനുഷ്യൻ അവന്റെ കൈവെള്ളയിലേക്ക് ഒതുക്കുന്നതാകുന്ന, അവന്റെ വായിലൂടെ അവന്റെ ഉദരത്തിലൂടെ കടത്തിവിടുന്നതാകുന്ന ആഹാരപാനീയങ്ങൾ, അന്നപാനീയങ്ങൾ, അത് ഹലാലാണോ എന്നൊരു വിചിന്തനം ഈ സദസ്സിൽ നടത്തട്ടെ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ വിയർക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ നാളെ മഹ്ശറയെ കുറിച്ച് ഓർക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവന്റെ ശരീരം അപകടത്തിൽ എത്തിപ്പെടുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് അവനുണ്ടായിത്തീരുന്നത്. വലിയ അപകടമാണ് മനുഷ്യൻ ചെന്നെത്തിപ്പെടുന്നത്. ഞാനതാണ് പറയുന്നത്, പഴയ കാലഘട്ടങ്ങളിൽ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉസ്താദുമാരോട്, നാട്ടിലുള്ള സാത്വികരാകുന്ന ഉലമാക്കളോട്, പണ്ഡിതന്മാരോട് പോയി ചോദിക്കുമായിരുന്നു. ദക്ഷിണ കേരളയുടെ കരുത്തനാകുന്ന മൂസ ഉസ്താദിനടുക്കൽ, ചരക്കുൾ ഉസ്താദിനടുക്കലൊക്കെ പോയിട്ട് ആ ഉലമാക്കളുടെ ആശീർവാദം വാങ്ങിയിട്ട് അവരോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഇല്ലെങ്കിൽ നാട്ടിലെ ഉലമാക്കളടുക്കൽ പറയും, ഞാൻ ഇന്ന കച്ചവടം തുടങ്ങാൻ, സദാ കച്ചവടത്തില് ബറക്കത്തുണ്ടാവാൻ ദുആ ഇരക്കണം, ആ കച്ചവടം എങ്ങനെയുണ്ട് എന്നൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഉപ്പമാര് അതുപോലെ തന്നെ സഹോദരങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അവർ കച്ചവടം ചെയ്തിരുന്ന കച്ചവടം ഹലാലായിരുന്നു, നല്ല ബിസിനസ് ആയിരുന്നു. ആ ബിസിനസ്സിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. അവരൊരു കച്ചവടത്തിൽ ഒരു ബറക്കത്തുണ്ടായിരുന്നു, ഒരു ഐശ്വര്യമുണ്ടായിരുന്നു. അതിലൂടെ കഴിക്കുന്ന ആഹാരത്തിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു, തന്റെ ശരീരത്തിൽ പിടിച്ചിരുന്നു. പക്ഷെ ഇന്ന് 65 കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ക്യാൻസർ പിടിക്കുക, 2 ദിവസം കഴിയുമ്പോൾ സുഖമില്ലാത്ത അവസ്ഥയാണ്. എന്താ കാരണം? ഈ 65ഉം ഈ 95ഉം ഒക്കെ കഴിക്കാൻ അവന്റെ കൈവെള്ളയിലേക്ക് വന്ന പണം ഹലാലോ ഹറാമോ അറിയുന്നില്ല. എവിടെ നിന്നാണ് കച്ചവടം ചെയ്തത്? ഏത് ബിസിനസ്സാണ് ഇവൻ തുടങ്ങിയത്? ആരോട് ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്? ഒന്നുമില്ലല്ലോ. ഇന്നിപ്പോ അങ്ങനെയൊന്നും ചോദ്യമില്ല. ഇന്നിപ്പോ അങ്ങനെ ചോദിച്ചിട്ടും കാര്യമില്ല. എല്ലാം കഴിഞ്ഞ കച്ചവടം താറുമാറാകുമ്പോ പള്ളിയിലേക്ക് ഓടി വരികയാണ്. അപ്പൊ ഓടി വന്ന ഉസ്താദിനോട്, ഉസ്താദെ കച്ചവടം തകർന്നു, എന്തെങ്കിലും ഒരു നൂല് മന്ത്രിച്ചു തരണം, ചരട് മന്ത്രിച്ചു തരണം, അരയെ കെട്ടിക്കൊണ്ട് നടക്കാൻ. അപ്പോഴാണ് ഇവൻ പള്ളി ഓർക്കുന്നത്. അപ്പോഴാണ് അവൻ കോഴിമുട്ടയൊക്കെ ദർഗകളിലേക്ക് നേർച്ച തരുന്നത്. അതുവരെ അവൻ പള്ളിയുമില്ല, ഒരു ഔലിയാക്കളുമില്ല, ഒരു മഹത്തുക്കളെ സ്നേഹിക്കാനുമില്ല, ഒരു പള്ളിയുമില്ല, ഒരു ഇബാദത്തുമില്ല, നമസ്കാരമില്ല. ഇങ്ങനെ അവൻ സമ്പത്തിന്റെ പിറകോടുകയാണ്. അവൻ എന്തെങ്കിലും വിപത്ത് വരുമ്പോ, ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ അസുഖങ്ങൾ വരുമ്പോ, ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ വിപത്തുമായിട്ട് അവനോ അവന്റെ പ്രിയപ്പെട്ട മക്കളോ അടിമപ്പെടുമ്പോ മാത്രമാണ് അള്ളാഹുവിനെ നമിക്കുന്നത് എന്നുള്ളത് ഇന്ന് കാണുന്ന യാഥാർത്ഥ്യമാണ്. قال رسول الله صلى الله عليه وسلم ما نبت من الحرام فالنار أولى به. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലയോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി.
ഹറാമ് തിന്ന് കൊഴുത്തതാകുന്ന ശരീരമുണ്ടോ? ഹറാമ് തിന്നതാകുന്ന ശരീരങ്ങൾ ഏതൊക്കെയുണ്ടോ? തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് ഹറാമിലൂടെ വിരുന്നോട്ടുന്നതായ മാതാപിതാക്കളുണ്ടോ? തന്റെ പ്രിയപ്പെട്ട മക്കൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ വാപ്പായം ഓടി വിളിച്ചുകൊണ്ട് കടന്നു വരുന്ന പിഞ്ചോമന മക്കള് അറിവില്ലാത്തവരല്ലയോ സഹോദരങ്ങളെ? ആ പ്രിയപ്പെട്ട മക്കളുടെ വായിലേക്ക് കൊടുക്കുന്നതായ 1 രൂപയുടെ മിഠായി ആണെങ്കിലും അത് ഹലാലല്ലാതെ നീ നൽകരുതേ, ഹലാലല്ലാത്തത് നീ കൊടുക്കരുതേ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ ഉണ്ടായ ശരീരമാണോ, ഹറാമ് തിന്നു കൊഴുത്തതാകുന്ന ശരീരമാണോ, നരകം ഏറ്റവും ബന്ധപ്പെട്ടതാണ്. നരകമാണ് ആ ശരീരവുമായി ബന്ധപ്പെട്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ മുന്നിലിരിക്കുന്ന യുവാക്കളോട് കുമ്മനം ഉസ്താദിന് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരേ ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ. ഹലാലല്ലാത്തത് ഭുജിക്കരുതേ, ഹലാലല്ലാത്തത് കഴിക്കരുതേ, ഹലാലല്ലാത്തത് സമ്പാദിക്കരുതേ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ് ഈ ലോകത്ത് സമ്പത്തിന്റെ പിറകെ ഓടുന്ന ഓരോ ചെറുപ്പക്കാരനും ഓരോ സഹോദരങ്ങളും ഓരോ യുവതീ യുവാക്കളും അറിഞ്ഞു വെക്കേണ്ട അധ്യാപനമാ.